ഇന്നൊരു അയിലക്കറി തയ്യാറാക്കിയാലോ? അതിന് വേണ്ടി അയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പുളി ആവശ്യത്തിന് വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു. അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, വലിയ ജീരകം എന്നിവ ഒന്ന് ചതച്ചെടുക്കാം. അതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെക്കാം. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം കായം ഇട്ടിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് തക്കാളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ഉള്ളിക്ക് 2 തക്കാളി, 3-4 പച്ചമുളക്. ഇനി നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളി ഉടഞ്ഞ് വരണം. അപ്പോൾ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി വഴറ്റി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഒന്ന് ഉടയാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ തിള വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം തിളച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മീൻകറി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേപ്പില ഒന്ന് തൂവി കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി മീൻകറി തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.